ഹലോ, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. എൻ്റെ കഴിഞ്ഞ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പതിവിലും കുറച്ച് കൂടുതൽ വ്യൂസ് എനിക്ക് അതിനൂടെ കിട്ടി. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കരുതുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അതെന്താണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നലെ നമ്മൾ പാസ്റ്റ് ടെൻസിൽ എങ്ങനെ 4 സെൻറ്റൻസ് ഉണ്ടാക്കാമെന്നാണ് കണ്ടത്. ഇനി നമുക്ക് പ്രസന്റ് ടെൻസിൽ എങ്ങനെയാ 4 സെൻറ്റൻസ് ഉണ്ടാക്കാമെന്ന് നോക്കണ്ടേ. ഇവിടെ പ്രസന്റ് ടെൻസ് നമ്മൾ പറയുമ്പോൾ അവിടെ സിംഗുലറിലും പ്ലൂറലും നമ്മളിവിടെ യൂസ് ചെയ്യുമ്പോൾ വ്യത്യാസമുണ്ട്. സിംഗുലറിൽ വെർബിൻ്റെ കൂടെ, അതായത് V1ൻ്റെ കൂടെ എസ് ഓർ ES ചേർക്കണം. പ്ലൂറലാണെങ്കിലോ അതിൽ നമ്മൾ V1 മാത്രം ചേർത്താൽ മതി. ഹി, ഷീ, ഇറ്റ്, എവരിബഡി ഇത് 4 സിംഗുലർ ആണ്. ഐ, യു, ദേ, വി ഇത് 4 പ്ലൂറലാണ്. അപ്പോൾ ഹി, ഷീ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ വെർബിൻ്റെ കൂടെ എസ് ഓർ ES ചേർക്കണം. അതേ സമയത്ത് ഐ, യു, ദേ, വി വെച്ച് സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോഴോ V1 മാത്രം ചേർത്താൽ മതി പ്രസന്റ് ടെൻസിൽ. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്കിവിടെ നോക്കാം. ഹി ഗോസ് അവൻ പോകുന്നു. ഹി ഡസിൻ ഗോ ഡു ചേർക്കണം അവിടെ. നേരത്തെ ഡിഡ് ചേർത്തില്ലേ നമ്മൾ. ഹി ഡസ് ഡൂവിൻ്റെ കൂടെ ആ എസ് ഓർ ES ഇപ്പുറത്ത് വന്നു. അപ്പോൾ ഇത് പ്രസന്റ് ടെൻസ് ആണ്. ഡസ് എന്ന് പറയുന്നത് ഓൾറെഡി പ്രസന്റ് ടെൻസ് ആണ്. അതുകൊണ്ട് നമ്മൾ ആ ഗോസ് എന്നുള്ളതിൻ്റെ ഗോ മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഓൾറെഡി ഡസ് എന്നുള്ളത് പ്രസന്റ് ടെൻസ് ആയതുകൊണ്ട് അവിടെ ES ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് വെർബിൽ നമ്മൾ ES ചേർക്കണ്ട. അപ്പം അങ്ങനെ എങ്ങനെ വരും? ഹി ഗോസ്, ഹി ഡസ് ഇൻ ഗോ, ഡസ് ഹി ഗോ, ഡസ് ഇൻ ഹി ഗോ. ഇങ്ങനെ 4 സെൻറ്റൻസ് നമുക്ക് ഉണ്ടാക്കാം. ഇനി അത് യു ആണെങ്കിലോ ഐ, യു, ദേ, വി പ്ലൂറലിൽ നമുക്കിവിടെ നോക്കാം. യു ഗോ നീ അല്ലെങ്കിൽ നിങ്ങൾ പോകുന്നു. യു പ്ലൂറലാണ്. അതുകൊണ്ട് V1 ചേർത്താൽ മതി. ഐ, യു, ദേ, വി ഈ 4 സബ്ജക്റ്റിൻ്റെ കൂടെയും നിങ്ങൾ V1 മാത്രം ചേർത്താൽ മതി. യു ഗോ നിങ്ങൾ പോകുന്നു. യു ഡോണ്ട് ഗോ നിങ്ങൾ പോകുന്നില്ല. ഡു യു ഗോ നിങ്ങൾ പോകുന്നു. ഡോണ്ട് യു ഗോ നിങ്ങൾ പോകുന്നില്ലേ. കുറച്ച് സെൻറ്റൻസുകൾ ഈ 4 വാക്യങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് ഡെയിലി ലൈഫിൽ ഇന്നത്തെ കാര്യങ്ങളും ഇന്നലത്തെ കാര്യങ്ങളും ഒക്കെ പറയാം. പ്ലൂറലിൽ ഡു ആൻഡ് വെർബ്, സിംഗുലറിലാണെങ്കിലോ ഡസ് ആൻഡ് വെർബ് എസ് ഓർ ES. അത്രയേ ഉള്ളൂ. ഇംഗ്ലീഷ് പഠിക്കുക എന്നുള്ളത് വളരെ സിമ്പിളാണ്. എല്ലാവർക്കും ഇതുപോലുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ വെച്ചൊക്കെ സംസാരിക്കാം. നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് ഗ്രാമർ പഠിക്കേണ്ട ആവശ്യമേ ഇല്ല. ഇത്തരം കാര്യങ്ങളൊക്കെ ഓരോ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ട് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഞങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ് ഇതുപോലെ സംസാരിക്കാനൊക്കെ പഠിച്ചത്. ഗ്രാമർ അറിയാമെന്ന് വെച്ചിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആരും ഇതേക്കുറിച്ച് വറി ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. എല്ലാവർക്കും സംസാരിക്കാൻ കഴിയും. എനിക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുക. നിങ്ങൾക്കത് സാധിക്കും. സ്വയം കോൺഫിഡൻസ് നേടിയെടുക്കുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ സീ യു, ബൈ.